ഇറാന്റെ പിടിയിലാകുന്ന പൈലറ്റുമാരെ കാത്തിരിക്കുന്നത് അതിക്രൂരമായ ശിക്ഷാവിധികളും പീഡനങ്ങളുമാണെന്ന ഭീതി നിലനിൽക്കുകയാണ്. മേഖലയിൽ നിലനിൽക്കുന്ന കടുത്ത സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഈ ഒരു നീക്കം. കാണാതായ അമേരിക്കയിലെ 2 പൈലറ്റുമാരെ കണ്ടെത്താനുള്ള തിരച്ചിൽ ദൗത്യം 1979 വിഖ്യാതമായ ഇറാൻ ബന്ദി നാടകത്തിന്റെ ഭീതിതമായ ഓർമ്മകളാണ് ഉണർത്തുന്നത്. അന്ന് ടെഹ്റാനിലെ അമേരിക്കൻ എംബസി ആക്രമിച്ച ജനക്കൂട്ടം നയതന്ത്രരടക്കം 66 US പൗരന്മാരെ ബന്ദികളാക്കിയിരുന്നു. വിയറ്റ്നാം യുദ്ധം ഏൽപ്പിച്ച ആഘാതത്തിനു പിന്നാലെ ഉണ്ടായ അന്നത്തെ 444 ദിവസത്തെ പ്രതിസന്ധി അമേരിക്കയുടെ അന്തസ്സിനും കരുത്തിനും വലിയ തിരിച്ചടിയായിരുന്നു. എന്നാൽ വിമാനത്തിൽ നിന്നും പാരച്യൂട്ട് വഴി രക്ഷപ്പെട്ട ഒരു പൈലറ്റിനെ രക്ഷാസേന അതിവേഗം കണ്ടെത്തിയത് ആശ്വാസമാണ്. അതേസമയം മറ്റൊരു പൈലറ്റിനെ കാണാതായിട്ടുണ്ട്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ് അമേരിക്ക. എന്തായാലും 5 ആഴ്ച പിന്നിടുന്ന ഈ യുദ്ധം ഇപ്പോൾ കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇറാൻ ഭരണകൂടം പൈലറ്റിനെ പിടികൂടുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചതോടെ സാഹചര്യം സങ്കീർണമായി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആണ് 2ാമത്തെ പൈലറ്റിനെ ആദ്യം പിടികൂടുന്നതെങ്കിൽ അമേരിക്ക മറ്റൊരു വലിയ പ്രതിസന്ധിയിലേക്ക് വീണ്ടും എടുത്തെറിയപ്പെടും. അമേരിക്കയുടെ 2 പോർ വിമാനങ്ങളാണ് ഇറാൻ തകർത്തെറിഞ്ഞത്. ഇതിൽ ഒരു പൈലറ്റ് രക്ഷപ്പെട്ടു. എന്നാൽ ഒരാളെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒരു അമേരിക്കൻ പൈലറ്റ് പിടിയിലായാൽ ഇറാൻ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് ചോദ്യം. പൈലറ്റ് കൊല്ലപ്പെടുമോ? അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം പരമാവധി സമ്മർദ്ദ തന്ത്രങ്ങൾക്കായി പൈലറ്റിനെ ജീവനോടെ നിലനിർത്താനേ അവർ ആഗ്രഹിക്കൂ. എന്നാൽ നിലവിലെ സാഹചര്യത്തിലെ പ്രവചനാതീത സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ പൈലറ്റ് കൊല്ലപ്പെടാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. അമേരിക്കൻ ആക്രമണങ്ങളിൽ നിരവധി മുതിർന്ന നേതാക്കൾ കൊല്ലപ്പെട്ടത് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു. തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം ഇപ്പോൾ പ്രാദേശിക IRGC കമാൻഡർമാർക്കായി വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവർ തടവുകാരോട് കൂടുതൽ കർക്കശമായ നിലപാട് സ്വീകരിച്ചേക്കാം. ശാരീരികമായ പീഡനത്തെക്കാൾ മാനസികമായ പീഡനത്തിനാകും സാധ്യത കൂടുതൽ. മാസങ്ങളോ വർഷങ്ങളോ ഈ ബന്ദി നാടകം നീട്ടിക്കൊണ്ടുപോകാൻ അവർ തയ്യാറായേക്കും. അതിലൂടെ പരമാവധി നേട്ടങ്ങൾ കൊയ്യാനും ശത്രുവിന്റെ മനോവീര്യം തകർക്കാനുമാകും അവർ ശ്രമിക്കുക. ഇന്ന് അമേരിക്ക ഭരിക്കുന്നത് 1979 ജിമ്മി കാർട്ടറെ പോലെയുള്ള ഒരാളല്ല. ഡൊണാൾഡ് ട്രംപ് തികച്ചും പ്രവചനാതീതമായ ഒരു പ്രസിഡന്റാണ്. അദ്ദേഹം എന്ത് നീക്കമാകും നടത്തുക എന്ന് മുൻകൂട്ടി കാണുക എന്നത് ഇറാന് അസാധ്യമായിരിക്കും. എന്നിരുന്നാലും 50 വർഷം മുമ്പത്തെ ആ പഴയ പ്രതിസന്ധിയും കാർട്ടറുടെ പരാജയപ്പെട്ട രക്ഷാദൌത്യവും കാണാതായ പൈലറ്റ് തിരിച്ചെത്തുന്നതുവരെ ഓരോ മണിക്കൂറിലും അമേരിക്കയെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തലിനായി പ്രാദേശിക രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ അനിശ്ചിതത്വത്തിലായതോടെ ഭീതിതമാണ് കാര്യങ്ങൾ. പാകിസ്ഥാനിൽ വെച്ച് നടക്കാനിരുന്ന ചർച്ചകളിൽ അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്താൻ തങ്ങൾ തയ്യാറല്ലെന്ന് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചതായി വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ തുർക്കിയും ഈജിപ്തും തുടരുകയാണ്. ഖത്തർ തലസ്ഥാനമായ ദോഹയിലോ ഇസ്താംബൂളിലോ വെച്ച് ചർച്ചകൾ നടത്താനുള്ള പുതിയ വേദികൾ ഇവർ പരിഗണിക്കുന്നുണ്ട്. ഇറാൻ വെടിനിർത്തലിനായി അഭ്യർത്ഥിച്ചുവെന്ന് ഈ ആഴ്ച ആദ്യം പ്രസിഡന്റ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ അവകാശപ്പെട്ടിരുന്നുവെങ്കിലും ഇറാൻ ഇത് നിഷേധിച്ചിരുന്നു.